മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിപ്പം വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ ഈ മോർഫോളജിയിൽ ഫോക്കസ് ഏരിയ, റൂട്ട് മോഡിഫിക്കേഷൻ, റൂട്ട് സ്റ്റെമ്മ് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെമ്മ്, ലീഫ്, ഇൻഫ്ലോറസൻസ്, ഫ്ലവർ, പാർട്സ് ഓഫ് എ ഫ്ലവർ, പിന്നെ ഫാമിലീസ്, ഫേബേഴ്സിയെ, ലിലിയേസിയെ. അപ്പോൾ നമ്മൾ തൽക്കാലം എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ അനുസരിച്ച് ഫോക്കസ് ഏരിയ മാത്രമേ ഓരോ പാഠത്തിൽ നിന്നും കണക്കാക്കി വീഡിയോ ഇറക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ, ബാക്കി ഭാഗങ്ങളുടെ വീഡിയോസ് എല്ലാം നമ്മൾ ഈ ചാനലിൽ എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലിലെ എല്ലാ വീഡിയോസും ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ മോർഫോളജിയാണ്. മോർഫോളജിയിൽ നേരത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് 2019 ചോദ്യമാണ്. 2019 3 മാർക്കിന് ഇത് ചോദിച്ചിട്ടുണ്ട്. നെയിം ദ 3 പ്ലാന്റ്സ് ആർ ഗിവൺ ബിലോ, റൈസോഫോറ, ബൊഗൈൻവില്ല, പി. അപ്പോൾ ഇതിൻ്റെ നെയിം ദ മോഡിഫിക്കേഷൻ സീൻ ഇൻ ദീസ് പ്ലാന്റ്, റൈറ്റ് ദെയർ ഫങ്ഷൻസ്. 3 മാർക്കാണ്. അപ്പം 3 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ ഈ പാഠത്തിൽ നിന്നുണ്ടാകാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് മോർഫോളജി? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓർക്കുക, മോർഫി മീൻസ് എക്സ്റ്റേണൽ ഫോം എന്നാണ്. എക്സ്റ്റേണൽ ഫോം. ലോജി അല്ലെങ്കിൽ ലോഗോസ് മീൻസ് സ്റ്റഡി ഓർ നോളേജ് എന്നാണ്. അപ്പോൾ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫോം ഓഫ് ഓർഗാനിസംസ് ആണ്. ഓർഗാനിസം എന്ന് പറയുന്നത് ഇവിടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ ആൻജിയോസ്പോംസ് ആണ്. അപ്പോൾ ആൻജിയോസ്പോംസ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ എക്സ്റ്റേണൽ ഫോമിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഒരു ആൻജിയോസ്പോമിൻ്റെ എക്സ്റ്റേണൽ ഫോം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാം, ഒരു പ്ലാന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ നോക്കാം. ഒരു പ്ലാന്റ്, ഈ പ്ലാന്റിൽ ഇത്രയും ഭാഗം, ഇത് പാർട്ട് ഓഫ് ദ പ്ലാന്റ് സീൻ ബിലോ ദ സോയിൽ സർഫസ് ആണ്. ബിലോ ദ സോയിൽ സർഫസ് ആണെങ്കിൽ അതിനെ നമുക്ക് റൂട്ട് സിസ്റ്റം എന്ന് പറയാം. ബിലോ ദ സോയിൽ സർഫസ്. അപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു പ്ലാന്റ്, ഇത് ബിലോ ദ സോയിൽ സർഫസ് ആണ്, ഇതിനെ റൂട്ട് സിസ്റ്റം എന്നും, എബോവ് ദ സോയിൽ സർഫസ് ആണെങ്കിൽ അതിനെ ഷൂട്ട് സിസ്റ്റം എന്നും പറയും. അപ്പം 2 ഭാഗങ്ങളാണ്. മണ്ണിന് അല്ലെങ്കിൽ സോയിലിന് മുകളിലാണെങ്കിൽ ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് സീൻ എബോവ് ദ സോയിൽ സർഫസ്, ഷൂട്ട് സിസ്റ്റം. ദെൻ ബിലോ ദ സോയിൽ സർഫസ് കാൾഡ് റൂട്ട് സിസ്റ്റം. അപ്പം മോർഫോളജിയിൽ ഷൂട്ട് സിസ്റ്റത്തിൽ എന്തെല്ലാം ഭാഗങ്ങൾ കാണപ്പെടാം? ഷൂട്ട് സിസ്റ്റത്തിനകത്താണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിനകത്ത് സ്റ്റെം, ഇതാണ് സ്റ്റെം. സ്റ്റെം, തണ്ടിനെയാണ് നമ്മൾ സ്റ്റെം എന്ന് പറയുക. ആക്സിസ്, ഇതാണ് ലീഫ്. അപ്പോൾ സ്റ്റെം ഉണ്ട്, ലീഫുണ്ട്, പിന്നെന്തുണ്ട്? ഫ്ലവേഴ്സ്. നോക്കാം, ഇതാണ് ഫ്ലവേഴ്സ്. ഇത് ഫ്ലവേഴ്സാണ്. പിന്നെ ഫ്ലവേഴ്സ് മാത്രമല്ല, ഇതാണ് ഫ്രൂട്ടാണ്. ഇത് ഫ്രൂട്ടാണ്. ഇനി ആ ഫ്രൂട്ടിനകത്ത് എന്താ കാണാം? സീഡ് കാണാം. അപ്പോൾ നോക്കിയാൽ പാർട്ട് ഓഫ് ദ പ്ലാന്റ് എബോവ് ദ സോയിൽ സർഫസ്, ഇത് ഷൂട്ട് സിസ്റ്റമാണ്. ഷൂട്ട് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്? ലീഫുണ്ട്, സ്റ്റെമ്മുണ്ട്, പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സ്, FLOWERS, ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് എന്തായി മാറാം? ഫ്രൂട്ടായി മാറാം. ഫ്രൂട്ടിനകത്ത് സീഡ് ഉണ്ടാകാം. അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ ഫോം. ഇപ്പോൾ ഒരു പ്ലാന്റ് എക്സ്റ്റേണൽ ഫോം റൂട്ട് സിസ്റ്റം, ഷൂട്ട് സിസ്റ്റം. റൂട്ട് സിസ്റ്റത്തിനകത്ത് റൂട്ടാണ്, അത് മെയിൻ റൂട്ട് ഉണ്ടാകാം, ലാറ്ററൽ റൂട്ട്സ് ഉണ്ടാകാം, ഇനി റൂട്ട് ഹെയർസ് ഉണ്ടാകാം. ഇനി ഷൂട്ട് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ലീഫുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഇനി ഇതിനകത്ത് ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സിനുള്ളിൽ സീഡ്സ് ഉണ്ടാകും. അപ്പം മോർഫോളജിയിൽ നമ്മൾ പഠിക്കുന്നത് ഇത് ഓരോന്നുമാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് റൂട്ടാണ്. റൂട്ട് സിസ്റ്റം. അപ്പോൾ എന്താണ് റൂട്ട് സിസ്റ്റം, അല്ലെ എന്താണ് റൂട്ട്? അപ്പോൾ നമുക്ക് ഓർമ്മ വരുമ്പോൾ റൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മ വരുന്നത് സസ്യങ്ങളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതും മണ്ണിൽ നിന്നും ജലവും ലവണങ്ങളും അല്ലെങ്കിൽ വാട്ടർ ആൻഡ് മിനറൽസ് വലിച്ചെടുക്കുന്നതുമായ പ്ലാന്റ് പാർട്സ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഓർഗാൻ. ഇപ്പോൾ സ്റ്റെമ്മ്, റൂട്ട്, ലീഫിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വെജിറ്റേറ്റീവ് ഓർഗാൻ. സ്റ്റെമ്മ്, റൂട്ട്, ലീഫ്, ഇതിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് ഓർഗാൻസ്.
നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പഠിച്ചു. അപ്പോൾ ഇത് കായികമായ ഭാഗങ്ങളെന്ന് പറയും. അപ്പോൾ ഫ്ലവറിനെ വിളിക്കുന്ന പേര് റീപ്രൊഡക്റ്റീവ് ഓർഗാൻ എന്നാണ്, പ്രത്യുൽപാദന അവയവം. ബിക്കോസ് ഇറ്റ് പെർഫോം റീപ്രൊഡക്ഷൻ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് റൂട്ടിലേക്ക് നമ്മളിനി ഓരോന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ആദ്യം റൂട്ട്, പിന്നെ സ്റ്റെമ്മ്, പിന്നെ ലീഫ്, പിന്നെ ഫ്ലവർ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് റൂട്ടാണ്. അപ്പോൾ റൂട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സസ്യങ്ങളെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഉറപ്പിച്ച് നിർത്താനും, അതായത് നമ്മൾ കണ്ടു ഉറപ്പിച്ച് നിർത്താനും അല്ലെങ്കിൽ ജലവും ലവണങ്ങളും വലിച്ചെടുക്കാനും സഹായിക്കുന്ന പ്ലാന്റ് പാർട്ടാണ് റൂട്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു. ഇത് റൂട്ട് സിസ്റ്റം, ഇത് ഷൂട്ട് സിസ്റ്റം. ഷൂട്ട് സിസ്റ്റത്തിൽ എന്തെല്ലാം ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഓരോന്നായിട്ട് ഓരോ ഭാഗത്തിൻ്റെയും കാരണം നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഓരോന്നായിട്ട് പഠിക്കും. റൂട്ട് പഠിക്കുമ്പോൾ റൂട്ടിനെ കുറിച്ച് പഠിക്കാം, സ്റ്റെമ്മ് പഠിക്കുമ്പോൾ സ്റ്റെമ്മിനെ കുറിച്ച് പഠിക്കാം, ലീഫ് പഠിക്കുമ്പോൾ ലീഫിനെ കുറിച്ച് പഠിക്കാം, അതേപോലെ ഫ്ലവർ പഠിക്കുമ്പോൾ ഫ്ലവറിനെ കുറിച്ചും പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റൂട്ടാണ് പഠിക്കുന്നത്. റൂട്ടിൽ എന്തെല്ലാം ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ പാർട്സ് ഓഫ് എ ടിപ്പിക്കൽ റൂട്ട് നോക്കാം. അപ്പോൾ റൂട്ടെന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ റൂട്ട് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളൊരു വിത്ത് കുഴിച്ചു വെക്കുമ്പോൾ, ഇപ്പോൾ ഒരു സീഡ് കുഴിച്ചു വെക്കുകയാണെങ്കിൽ ആ സീഡിൽ നിന്നും, ഇതിപ്പോൾ ഒരു സീഡാണെങ്കിൽ സീഡിൽ നിന്നും ആദ്യം ഒരു മുള ഉണ്ടാകും. അത് സീഡിനുള്ളിൽ എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണം ഉണ്ടാകും. ഭ്രൂണത്തിൻ്റെ വളർച്ചയാണ്. ആദ്യം പുറത്തേക്ക് വരുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് റാഡിക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് റൂട്ട് ടിപ്പ്. ഇനി അതിനുശേഷമാണ് മേലോട്ടൊരു മുള ഉണ്ടാവുക. അതിനെ പ്ലിമ്യൂൾ എന്ന് വിളിക്കും. പ്ലിമ്യൂൾ, UL, പ്ലിമ്യൂൾ, അല്ലെങ്കിൽ സ്റ്റെം ടിപ്പ്. അപ്പോൾ ഈ പ്ലിമ്യൂളും റാഡിക്കളും ഇതിനകത്തുള്ള എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ റാഡിക്കളാണ് റൂട്ടായി മാറുക. റാഡിക്കളിൽ നിന്നുണ്ടാകുന്ന ആ റൂട്ടിനെ നമ്മൾ പ്രൈമറി റൂട്ട് എന്നാണ് പറയുക. ഇനി അതിൽ നിന്നും മറ്റ് റൂട്ട്സ്, അതിൽ നിന്ന് ശാഖകൾ ഉണ്ടാകാം. അത് സെക്കൻഡറി റൂട്ടാകാം, അത് ടെർഷ്യറി റൂട്ടാകാം. ഇനി അതിനകത്ത് ചില ഹെയർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകാം. അതിനെ റൂട്ട് ഹെയേഴ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് റൂട്ടിൻ്റെ ഫോർമേഷൻ. അപ്പോൾ റൂട്ടിനെ നമുക്ക് ഇപ്പോൾ ഫങ്ഷൻസ് റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഓർമ്മ ഞാനിപ്പോൾ പറഞ്ഞ ഇതാണ്. അബ്സോർപ്ഷൻ, ദെൻ ഫിക്സേഷൻ, അതാണ് മെയിനായിട്ട് അതിൻ്റെ ഫങ്ഷൻസ്. പിന്നെ നമ്മൾ ഫങ്ഷൻസ് പഠിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് റീജിയൻസ് ഓഫ് റൂട്ട്. നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ടിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? റീജിയൻസ് ഓഫ് എ ടിപ്പിക്കൽ റൂട്ട്. ഒരു ടിപ്പിക്കൽ റൂട്ടിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റൂട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ടിപ്പിക്കൽ റൂട്ടാണ്. ഇനി റീജിയൻസ് നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ വേണമെങ്കിൽ ടൈപ്പ് ഓഫ് റൂട്ട്സ് പറയാം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു റാഡിക്കളിൽ നിന്നും ഒരു മെയിൻ റൂട്ട് ഉണ്ടാകുമെന്ന് പറയുന്നു. അത് പ്രൈമറി റൂട്ടാണ്. അല്ലെങ്കിൽ ആ മെയിൻ റൂട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടാപ്പ് റൂട്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ അതും നമുക്കിങ്ങനെ പറയാം. ഒന്ന് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ട് ഈസ് ദ മെയിൻ റൂട്ട് ഡെവലപ്ഡ് ഫ്രം ദ റാഡിക്കൽ എന്നാണ്, അങ്ങനെ പറയാം ടാപ്പ് റൂട്ട്. എന്നാൽ ചില കേസിൽ അപ്പം നോർമലി ഡൈക്കോട്ട് പ്ലാന്റ്സ്, ഡൈക്കോട്ടിലൻസ് പ്ലാന്റ്സ് എന്ന് പറയും, ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് പറയും. കാരണം ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റ്, ഡൈക്കോട്ടിലിഡൻ, ഡൈ എന്ന് വെച്ചാൽ രണ്ടെന്നാണ്. കോട്ടിലിഡൻ, കോട്ടിലിഡൻ എന്ന് വെച്ചാൽ സീഡ് ലീവ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളൊരു സീഡ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സീഡ്, ഇപ്പോൾ ഒരു കാഷ്യൂനട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു കപ്പലണ്ടി എടുക്കാം, അല്ലെങ്കിൽ ഒരു പയറെടുക്കാം. അപ്പോൾ ഈ പയറൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു സീഡ് കോട്ട് ഉണ്ടാകും. പിന്നെ ഇതിനുള്ളിലായിട്ട് കാണപ്പെടുന്ന ആ ഇതളുകൾ, അത് രണ്ടെണ്ണം കാണപ്പെടാം. ഈ ഇതളുകളെയാണ് നമ്മൾ കോട്ടിലിഡൻസ് എന്ന് പറയുക. കോട്ടിലിഡൻസ്. അപ്പോൾ അത് രണ്ടെണ്ണം കാണുകയാണെങ്കിൽ അത്തരം പ്ലാന്റിനെ ഡൈക്കോട്ടിലിഡൻസ്. എന്നാൽ നിങ്ങൾ നെല്ലെടുക്കുക, നെല്ല് ഗോതമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അകത്ത് നോക്കുകയാണെങ്കിൽ ഒരെണ്ണമേ കാണത്തുള്ളൂ. അപ്പോൾ അത് സിംഗിൾ കോട്ടിലിഡൻ ആണ്. അപ്പോൾ അത്തരം പ്ലാന്റിനെ വിളിക്കുന്ന പേര് മോണോകോട്ടിലിഡൻ എന്നാണ്. ഏകബീജപത്ര സസ്യം, ദ്വിബീജപത്ര സസ്യം. അപ്പോൾ ടാപ്പ് റൂട്ട് നമ്മൾ പറഞ്ഞു. സാധാരണ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് കാണപ്പെടുന്നത് ഡൈക്കോട്ടിലിഡൻസ് പ്ലാന്റിലാണ്. അതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. എന്നാൽ ഇപ്പം മോണോകോട്ട് പ്ലാന്റ് ഉണ്ടല്ലോ, മോണോകോട്ട് പ്ലാന്റിലാണെന്നുണ്ടെങ്കിൽ
നമുക്ക് നോക്കാം. ഇപ്പം മോണോക്കോട്ട്, ഇപ്പം നെല്ലാണെങ്കിൽ നോക്കിയാൽ നെല്ല് ഇപ്പം നമ്മൾ കുഴിച്ചു വെക്കുകയാണെങ്കിൽ ആദ്യം ആ നെൽ വിത്തിൽ നിന്നും റൂട്ട് താഴോട്ടുണ്ടാകും, മേലോട്ട് വിടുമ്പോൾ. പക്ഷേ ഈ താഴോട്ട് വരുന്ന റൂട്ട് ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് ഓഫ് ഗ്രോത്ത് സ്റ്റോപ്സ് ഇറ്റ്സ് ഗ്രോത്ത്, അല്ലെങ്കിൽ പെരിഷ്യസ്, അല്ലെങ്കിൽ ഡീജനറേറ്റ്സ്. അപ്പം ഇപ്പോൾ ഇതൊരു നെൽ വിത്താണെങ്കിൽ ആദ്യമുണ്ടാകുന്ന താഴോട്ടുള്ള ആ റൂട്ടങ്ങ് നശിച്ചിട്ട്, അപ്പോൾ ഇത് മേലോട്ട് നമ്മൾ സ്റ്റെമ്മിൻ്റെ ഇതുണ്ടാകാം. പക്ഷേ ഈ ഭാഗം നശിച്ചിട്ട് അതിൽ നിന്നും ചില ഹെയർ ലൈക്ക് റൂട്ട്സ് ഉണ്ടാകും. ഹെയർ അല്ല, ഫൈബർ, ഹെയർ എന്നും പറയാം, അല്ലെ ഫൈബർ ലൈക്ക് റൂട്ട്സ് ഉണ്ടാകും, ഫൈബർ. അപ്പോൾ ഈ റൂട്ട് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഫൈബറസ് റൂട്ട് സിസ്റ്റം. നാരുവേര് പടലും തായ് വേര് പടലും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് നാരുവേര്, നാര് പോലെ, ഫൈബർ പോലെ, ചെറിയ ഫൈബർ പോലെ റൂട്ട് സിസ്റ്റം ഉണ്ടാകും. അതാണ് ഫൈബറസ് റൂട്ട് സിസ്റ്റം. അപ്പോൾ ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം, രണ്ട് ഫൈബറസ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം കാണുന്ന ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്, ഫൈബറസ് റൂട്ട് സിസ്റ്റം കാണപ്പെടുന്നത് മോണോക്കോട്ട് പ്ലാന്റ്സിലാണ്. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇതെല്ലാം ആകാം, പയറാകാം, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാഷ്യൂനട്ട് ആകാം, പിന്നെ പയർ, മുതിര, ഏത് വേണമെങ്കിലും ആകാം. 2 സീഡ് അല്ലെങ്കിൽ 2 സീഡ് എന്നല്ല, 2 കോട്ടിലൻസ് ഉള്ള എല്ലാ പ്ലാന്റും ഡൈക്കോട്സിനകത്ത് വരുന്നതാണ്. പ്ലാവ്, മാവ് ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. മോണോക്കോട്ടാണെങ്കിൽ പുല്ലുവർഗ്ഗങ്ങളാണ്, ഗോതമ്പ്, നെല്ല്, ചോളം, ഇതാണ്. അപ്പോൾ അതിനകത്ത് ഫൈബറസ് റൂട്ട് സിസ്റ്റമാണ്. ഇനി ടാപ്പ് റൂട്ടും ഫൈബറസും അല്ലാതെ മറ്റൊരു റൂട്ട് സിസ്റ്റം ഉണ്ട്, അതാണ് അഡ്വെൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം. അഡ്വെൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം അതെന്താണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സീഡ് കിളിക്കുമ്പോൾ അതിനകത്ത് റാഡിക്കൾ ഉണ്ടാകും, അതിൽ നിന്നുണ്ടാകുന്ന റൂട്ടാണ് യഥാർത്ഥ റൂട്ട്. ഇത് രണ്ടും ഏകദേശം അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. എന്നാൽ അതല്ലാതെ ഇപ്പം നമ്മൾ ടപ്പിയോക്ക, മരച്ചീനി എടുക്കുക, അല്ലെങ്കിൽ റോസ് എടുക്കുക, അല്ലെങ്കിൽ ഹിബിസ്കസ്, ചെമ്പരത്തി എടുക്കുക. അപ്പം മരച്ചീനിയുടെ ഒരു കമ്പ് നമ്മൾ കുഴിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സോയിലിനടിയിൽ നിന്നും അതിനകത്ത് നിന്ന് വേരുണ്ടാകും. ടപ്പിയോക്ക അല്ലെങ്കിൽ ഹിബിസ്കസ്. അപ്പോൾ ഈ സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്ന ഈ റൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് അഡ്വെൻറ്റീഷ്യസ് റൂട്ട്സ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഫാൾസ് റൂട്ട്സ് എന്നും പറയാം. ഇപ്പോൾ ടാപ്പ് റൂട്ടിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രൂ റൂട്ട്സ് എന്ന് പറയുക. കാരണം അത് റാഡിക്കളിൽ നിന്നുണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ റാഡിക്കളിൽ നിന്നുണ്ടാകുന്നത് കൊണ്ടാണ് ഈ ടാപ്പ് റൂട്ടിനെ ട്രൂ റൂട്ട്സ് എന്ന് പറയുക. എന്നാൽ അഡ്വെൻറ്റീഷ്യസ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ റാഡിക്കളിൽ നിന്നല്ലാതെ ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകാം. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഫാൾസ് റൂട്ട്സ്. ബാക്കി ഏത് ഭാഗമെന്ന് പറയുമ്പോൾ സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്നുണ്ട്, ലീഫിൽ നിന്നുണ്ടാകുന്നുണ്ട്, ഈവൻ റൂട്ടിൽ നിന്നും വീണ്ടും റൂട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം റൂട്ട്സിനെയാണ് എന്ത് വിളിക്കേണ്ടത്? ഫാൾസ് റൂട്ട്സ് അല്ലെങ്കിൽ അഡ്വെൻറ്റീഷ്യസ് റൂട്ട്സ്. അപ്പോൾ ടൈപ്പ് ഓഫ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ 3 പറയാം, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് റൂട്ട്, ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബറസ് റൂട്ട് സിസ്റ്റം, അഡ്വെൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം. ഇനി നമുക്ക് റീജിയൻസ് ഓഫ് റൂട്ട്സിലേക്ക് വരാം. ഒരു ടിപ്പിക്കൽ റൂട്ട് എന്ന് പറയുമ്പോൾ അതിന് 4 റീജിയൻസാണ്. എന്താണ് ഒരു ടിപ്പിക്കൽ റൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുക? ഒരു റൂട്ടിൻ്റേതായ എല്ലാ ഭാഗങ്ങളും ഉണ്ടെങ്കിൽ നമുക്കതിനെ ടിപ്പിക്കൽ റൂട്ട്സ് എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് റൂട്ടിൻ്റേതായ ഭാഗങ്ങൾ? ഇതാണ് ഒരു ടിപ്പിക്കൽ റൂട്ടിൻ്റെ ഭാഗങ്ങൾ. നോക്കാം. പാർട്സ് ഓഫ് എ ടിപ്പിക്കൽ റൂട്ട്സ്. അപ്പോൾ ഈ റൂട്ടിൻ്റെ ടിപ്പിലായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് ഉണ്ടാകും. അപ്പോൾ ഇത് മണ്ണിലോട്ട് ഇങ്ങനെ വളർന്നു പോകുമ്പോൾ അതിന് ദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പ്. അറ്റ് ദാറ്റ് ടിപ്പ് ഓഫ് ദ റൂട്ട് ദർ ഇസ് എ പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് which is called a root cap. Otherwise also called a calyptra, root cap or calyptra. അപ്പോൾ ഒന്നാമത്തെ ഭാഗമാണ് ഇത് റൂട്ട് ക്യാപ്പ് റീജിയൻ. അപ്പോൾ ഇത് പ്രൊട്ടക്റ്റീവ് റീജിയനാണ്, ഇത് പ്രൊട്ടക്ഷനാണ്. ഇനി അതിൻ്റെ തൊട്ട് പുറകിലുള്ള റീജിയൻ, ഇതാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. എന്ന് വെച്ചാൽ
ഇവിടെയുള്ള സെല്ലുകൾ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആണ്. അതാണ് മെരിസ്റ്റം എന്ന് പറയുക. അങ്ങനെയാണ് റൂട്ട് വളരുക. അപ്പോൾ വളർച്ചാ കേന്ദ്രം എന്ന് പറയുന്നതാണ് ശരിക്കും റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഇനി അങ്ങനെ ധാരാളം മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി മീൻസ് അവിടെയുള്ള സെല്ലുകൾ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. ആ സെല്ലുകൾക്ക് നീളം വർദ്ധിക്കും, എലോങ്ങേഷൻ. അതാണ് അടുത്ത റീജിയൻ, എലോങ്ങേഷൻ ആൻഡ് എൻലാർജ്മെൻറ്റ്. ഈ റീജിയനെ മൂന്നാമത്തെ റീജിയൻ. ഇത് ഒന്നാമത്തെ റീജിയൻ. ഇനി മൂന്നാമത്തെ റീജിയനാണ് റീജിയൻ ഓഫ് എലോങ്ങേഷൻ. എലോങ്ങേഷൻ എന്ന് വെച്ചാൽ ഇവിടെയുള്ള സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നല്ല ഉദ്ദേശിക്കുക, ആ സെല്ല് തന്നെ നീളം കൂടുകയും എൻലാർജ് ചെയ്യുക. അപ്പം ഒന്നും കൂടെ റൂട്ടിന് നീളമുണ്ടാകും. ഇനി അടുത്ത റീജിയനാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. മെച്ചുറേഷൻ റീജിയനിലാണ് ഈ റൂട്ട്സിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ, അത് നമ്മൾ അനാട്ടമിയിൽ പഠിക്കും, അതിനെ എപ്പിഡെർമിസ് എന്നാണ് പറയുക. എപ്പിഡെർമിസിൽ നിന്ന് ചില ഹെയർ ലൈക്ക് സ്ട്രെച്ചേഴ്സ് ഉണ്ടാകും. അവയെ വിളിക്കുന്ന പേരാണ് റൂട്ട് ഹെയേഴ്സ്. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് സെല്ലുകൾ മെച്ചുറാകും, പൂർണ്ണമായിട്ടും അതങ്ങ് നോൺ ഡിവൈഡിങ് ആയി മാറും, മെച്ചുർ സെല്ലുകളായി മാറും. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അപ്പോൾ 1 റൂട്ട് ക്യാപ്പ് റീജിയൻ, 2 റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, 3 റീജിയൻ ഓഫ് എലോങ്ങേഷൻ, 4 റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അല്ലെങ്കിൽ അവിടെ റൂട്ട് ഹെയർ ഉള്ളതുകൊണ്ട് റൂട്ട് ഹെയർ റീജിയൻ എന്നും പറയാം. ഈ റൂട്ട് ഹെയേഴ്സ് ആണ് സോയിലിൽ നിന്നും വാട്ടർ ആൻഡ് മിനറൽസിനെ അബ്സോർബ് ചെയ്യുക. റൂട്ട് ഹെയേഴ്സ് ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പാർട്സ് ഓഫ് എ ടിപ്പിക്കൽ റൂട്ട് അല്ലെങ്കിൽ റീജിയൻ ഓഫ് റൂട്ട്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ മോഡിഫിക്കേഷനാണ്. അത് ഫോക്കസ് പോയിന്റിലുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ട്? മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ട് അല്ലെങ്കിൽ റൂട്ട് മോഡിഫിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ മാറ്റം എന്നാണ്, വേറൊന്നുമല്ല. റൂട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിക്സേഷൻ ഫങ്ഷൻ. ഒന്ന് ഫിക്സേഷൻ, റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ് ഓൺ ദ സോയിൽ. മണ്ണിൽ പ്ലാന്റിനെ ഉറപ്പിച്ചു നിർത്തുന്നത് റൂട്ട്സ് ആണ്, അതാണ് ഫിക്സേഷൻ. 2 അബ്സോർപ്ഷൻ, റൂട്ട്സ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. അതാണ് മെയിൻ ഫങ്ഷൻസ്. ഇനി ഇതോടൊപ്പം തന്നെ മറ്റു ചില ഫങ്ഷൻസ് കൂടെ റൂട്ട് നിർവഹിക്കാം. ഫോർ എക്സാമ്പിൾ സ്റ്റോറേജ് ഓഫ് ഫുഡ്, ആഹാരം സംഭരിച്ചു വെക്കാം. അങ്ങനെയുള്ള വേരുകൾ കിഴങ്ങായി മാറും. അതിനെ റൂട്ട് ട്യൂബർ എന്നാണ് വിളിക്കുക, റൂട്ട് ട്യൂബർ. അത് നമുക്ക് പഠിക്കാം, അതാണ് മോഡിഫിക്കേഷൻ. ഇനി അടുത്തത് സപ്പോർട്ട്. മൊത്തം പ്ലാന്റിനോ അല്ലെങ്കിൽ സ്റ്റെമ്മിനോ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാനുള്ള റൂട്ട്സുകളുണ്ട്. പിന്നെ അടുത്തത് റെസ്പിറേഷൻ, എക്സ്ചേഞ്ച്. നമ്മൾ ശ്വസനം എന്ന് പറയും, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പോൾ ഇത് മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഫിക്സേഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. പിന്നെ ഇൻ അഡീഷൻ ടു ദീസ് ഫങ്ഷൻസ് റൂട്ട്സ് ക്യാൻ പെർഫോം സം അതർ ഫങ്ഷൻസ് ലൈക്ക് സ്റ്റോറേജ് ഓഫ് ഫുഡ്, സപ്പോർട്ട് ആൻഡ് റെസ്പിറേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് റൂട്ട്സ് നിർവഹിക്കുമ്പോൾ ദേ മേ ഗെറ്റ് മോഡിഫൈഡ്, അതിന് മാറ്റം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇപ്പം റൂട്ട് ഫുഡിനെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് കിഴങ്ങായി മാറും, അപ്പോൾ അതൊരു മോഡിഫിക്കേഷനാണ്. ഇനി സപ്പോർട്ടാകുമ്പോഴത്തെ അതനുസരിച്ച് പില്ലർ പോലെ, തൂണ് പോലെയായി മാറും, അതൊരു മാറ്റമാണ്. ഇനി റെസ്പിറേഷൻ ആകുമ്പോൾ അതിനകത്ത് ഹോൾസുകൾ ഉണ്ടാകും, അത് മണ്ണിന് മുകളിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക, മോഡിഫിക്കേഷൻസ് ഓഫ് ദ റൂട്ട്. അപ്പോൾ മോഡിഫിക്കേഷൻസ് ഓഫ് ദ റൂട്ട് നമുക്ക് 3 ഹെഡിങ്സിലൂടെ പഠിക്കാം. അപ്പോൾ നമ്മൾ മോഡിഫിക്കേഷൻസ്, ഇത് ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി മോഡിഫിക്കേഷൻസ് റൂട്ട് 1, മോഡിഫിക്കേഷൻ ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്, മോഡിഫിക്കേഷൻസ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പോൾ സ്റ്റോറേജ് ഓഫ് ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മോഡിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഫുഡ് വീർത്ത് കിഴങ്ങ് പോലെയായി മാറും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ക്യാരറ്റാണ്. ഈ ക്യാരറ്റ് റൂട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് റൂട്ടാണ്, പക്ഷേ നമ്മൾ കിഴങ്ങ് പോലെ കാണുന്നു. ഇത് ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷനാണ്. ക്യാരറ്റിലെ ടാപ്പ് റൂട്ടാണ് കിഴങ്ങ് പോലെയായി മാറുക. അവിടെ ഫങ്ഷൻ സ്റ്റോറേജ് ഓഫ് ഫുഡാണ്. പിന്നെ അടുത്തതാണ് ടർണിപ്പാണ്. ടർണിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ
ബീറ്റ്റൂട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ടർണിപ്പ് ബീറ്റ്റൂട്ട് പോലെ എന്ന് പറയാം, ബീറ്റ്റൂട്ടിൻ്റെ അതേ കണക്ക് തന്നെ പറയാം. അവിടെ തന്നെ നോക്കിയ സൊളനാണ്. ഇതും ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷനാണ്. അപ്പോൾ ടാപ്പ് റൂട്ട് എന്തായി മാറുന്നു? റൂട്ട് ട്യൂബറായി മാറുന്നു. അപ്പോൾ അത് ഓർക്കണം. ഇനി ഇതാണെങ്കിലോ നമുക്ക് ഇപ്പോൾ ടാപ്പ് റൂട്ട് മോഡിഫൈ ചെയ്ത് റൂട്ട് ട്യൂബറായി മാറുന്നതിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മാത്രം ഞാനിപ്പോൾ പറയുന്നു. അത് 2 എക്സാമ്പിളാണ്. അതൊന്ന് ക്യാരറ്റും മറ്റൊന്ന് ടേർണിപ്പുമാണ്. ഓർക്കുക, അതെന്താണ്? ടാപ്പ് റൂട്ട് മോഡിഫൈ ചെയ്ത് റൂട്ട് ട്യൂബറായി മാറിയിരിക്കുക. ഇനി അതോടൊപ്പം തന്നെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങെന്ന് കേട്ടിട്ടുണ്ടാകും. അപ്പം നോക്കാം. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ അത് അഡ്വൻറ്റീഷ്യസ് റൂട്ടാണ്, മധുരക്കിഴങ്ങ്. കണ്ട്, ഇതാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്, ഇത് മധുരക്കിഴങ്ങാണ്. ഇത് പക്ഷേ അഡ്വൻറ്റീഷ്യസ് റൂട്ട് ട്യൂബറായി മാറുന്നതാണ്, അഡ്വൻറ്റീഷ്യസ് റൂട്ട് ട്യൂബറാണ്. അപ്പോൾ ഓർക്കേണ്ടത് ക്യാരറ്റും ടേർണിപ്പും ടാപ്പ് റൂട്ട് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ടാപ്പ് റൂട്ടാണ് റൂട്ട് ട്യൂബറായി മാറിയിരിക്കുന്നത്. എന്നാൽ സ്വീറ്റ് പൊട്ടറ്റോയിലാണെങ്കിൽ അഡ്വൻറ്റീഷ്യസ് റൂട്ടാണ് റൂട്ട് ട്യൂബറായി മാറിയിരിക്കുക. അത് നിങ്ങളുടെ ടെക്സ്റ്റിലും ഉള്ളത് തന്നെയാണ്, ശ്രദ്ധിക്കണം. ഇനി അതല്ല, അസ്പരാഗസ് ഉണ്ട്, ചതാവരി എന്ന് പറയും. ചതാവരിയിലും റൂട്ട്സ് ഉണ്ട്. പക്ഷേ ചതാവരിയിലെ റൂട്ട്സ് എന്ന് പറഞ്ഞാലും അത് അഡ്വൻറ്റീഷ്യസ് റൂട്ടാണ്. അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫൈ ചെയ്ത് അവിടെ റൂട്ട് ട്യൂബറായി മാറിയിരിക്കുന്നുണ്ട്. കണ്ട്, നിങ്ങൾക്ക് പടമുണ്ട്, ശ്രദ്ധിക്കണം. ഇതാണ് ടെക്സ്റ്റിലുള്ള പടം തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇത് ടർണിപ്പ്, ഇത് ക്യാരറ്റ്, ഇത് രണ്ടും ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷനാണ്. അപ്പോൾ ഓർക്കുക, മോഡിഫിക്കേഷൻ ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്, മോഡിഫിക്കേഷൻ ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പോൾ അത് റൂട്ട് ട്യൂബറായി മാറുന്നു. ആ റൂട്ട് ട്യൂബർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒന്ന് ക്യാരറ്റാണ്, ക്യാരറ്റ്. ഇനി അടുത്തത്, അപ്പോൾ ഇത് ക്യാരറ്റാണ്, CARROT ക്യാരറ്റ്. ഇനി അടുത്തത് ക്യാരറ്റ്, അടുത്ത CARROT ആണ്. ക്യാരറ്റ് സ്പെല്ലിംഗ് നോക്കണം, CARROT. ഇനി അടുത്ത ടർണിപ്പാണ്, TURNIP, ടർണിപ്പ്. ഇത് രണ്ടും ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻസ് ആണ്, ടാപ്പ് റൂട്ട്. ഇനി അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻസിൽ വരുന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോ. അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടാവുക. സ്റ്റെം ഇതാണെങ്കിൽ സ്റ്റെമ്മിൽ നിന്നും റൂട്ട് ഉണ്ടാവും. ഈ റൂട്ട് കിഴങ്ങായി മാറും. ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ. അഡ്വൻറ്റീഷ്യസ് റൂട്ട് ട്യൂബറാണ്. അതാണ് അസ്പരാഗസ്. നിങ്ങൾക്ക് പടമുണ്ട്, ചെറിയ റൂട്ടാണ്. അസ്പരാഗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചതാവരിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുകയാണെങ്കിൽ ചതാവരിയുടെ കിഴങ്ങിൽ നിന്ന് ഇങ്ങനെ ധാരാളം വേരുകൾ ഉണ്ടാകും. ഇതെല്ലാം കിഴങ്ങുകൾ തന്നെയാണ്. ഇത് ഓരോന്നും ഇങ്ങനെ കിഴങ്ങുകളായി മാറുന്നുണ്ട്. ഇതൊരു ഗ്രൂപ്പായിട്ടാണ്. ഇതും അസ്പരാഗസ് ആണ്. ചതാവരി, അസ്പരാഗസ്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോയും അസ്പരാഗസും അഡ്വൻറ്റീഷ്യസ് റൂട്ട് ട്യൂബേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് പടമുണ്ട്, ഈ പടം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് അസ്പരാഗസ്, ഇത് ടർണിപ്പ്, ഇത് ക്യാരറ്റ്, ഇത് സ്വീറ്റ് പൊട്ടറ്റോ. ഇത് രണ്ടും ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ, ഇത് രണ്ടും അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ. ഇനി അടുത്തത് സപ്പോർട്ടാണ്. അപ്പം മോഡിഫിക്കേഷൻ ഫോർ സ്റ്റോറേജ് ഓഫ് റൂട്ട് അത്രയേ ഉള്ളൂ. ഇനി അത് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ മോഡിഫിക്കേഷനാണ് മോഡിഫിക്കേഷൻ ഫോർ സപ്പോർട്ട്. മോഡിഫിക്കേഷൻ ഫോർ സപ്പോർട്ടിന് എക്സാമ്പിളാണ് നമ്മൾ ബനിയൻ ട്രീ എന്ന് കണ്ടിട്ടുണ്ടാകും. ആൽമരം. ഈ ആൽമരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വളർന്ന് പന്തലിക്കുന്ന ഒരു മരമാണ്. കാണാൻ പറ്റും, വളർന്ന് പന്തലിക്കുന്ന ഒരു മരമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ധാരാളം ശാഖകൾ ഉള്ളതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരികയും അപ്പോൾ അതിൽ നിന്നും അഡീഷണലായി ചില വേരുകൾ ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ വലിയ പടമുണ്ട്, ഇത് കാണാൻ സാധിക്കും. ഇത് വലിയ മരമാണ്. അപ്പോൾ ആ ശാഖയിൽ നിന്നും ചില തൂണുകൾ പോലുള്ള റൂട്ട് ഇങ്ങനെ താഴോട്ടുണ്ടാകും. അത് മണ്ണിൽ വന്ന് പിടിച്ച്
ഈ എൻറ്റയർ പ്ലാന്റിന് അല്ലെങ്കിൽ ശാഖയ്ക്ക് സപ്പോർട്ട് കൊടുക്കും. ഈ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ റൂട്ട്സ് അല്ലെങ്കിൽ പില്ലർ റൂട്ട്സ്. അപ്പോൾ നിങ്ങളിത് ഐഡൻറ്റിഫൈ ചെയ്യണം, ഇതിൻ്റെ ഫംഗ്ഷൻ പറയണം. അപ്പോൾ പ്രോപ്പർ റൂട്ട് ഇത് അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ തന്നെയാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ബനിയൻ ട്രീ. പ്രോപ്പർ റൂട്ടിൻ്റെ മറ്റൊരു പേരാണ് പില്ലർ റൂട്ട്സ്. പില്ലർ റൂട്ട്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഏതാണ്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, അല്ല പടം കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ മോഡിഫിക്കേഷൻ ഓഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ PROP പ്രോപ്പ് റൂട്ട്സ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് പില്ലർ റൂട്ട്സ്, പില്ലർ പോലെ. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ബനിയൻ ട്രീ. ഇനി അതേപോലെ സപ്പോർട്ട് തന്നെ കൊടുക്കുന്ന മറ്റൊരു റൂട്ടാണ് സ്റ്റിൽറ്റ് റൂട്ട്. സ്റ്റിൽറ്റ് STILT സ്റ്റിൽറ്റ് റൂട്ട്സ് അല്ലെങ്കിൽ ബ്രേസ് റൂട്ട്സ് എന്ന് പറയും. BRACE ബ്രേസ് റൂട്ട്സ്. അപ്പോൾ ഇത് സപ്പോർട്ട് തന്നെയാണ്. ഇതെവിടെയൊക്കെയാണ് കാണപ്പെടുക? ചോളം, മെയ്സിലും ഷുഗർ കെയിൻ, കരിമ്പ്. നിങ്ങൾ കരിമ്പ് കണ്ടു കാണും. കരിമ്പിൻ്റെ ആ കരിമ്പെന്ന് പറയുന്നത് സ്റ്റെമ്മാണ്. അപ്പോൾ നമ്മൾ ഈ കരിമ്പ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ പഠിക്കും. ഇത് സ്റ്റെമ്മാണ്, ഇത് നോഡ്, അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഭാഗം ഇൻ്റർനോഡ് എന്ന് പറയും. അപ്പോൾ ഈ നോഡൽ റീജിയനിൽ നിന്നും ചില റൂട്ട്സ് ഉണ്ടാകും. ഇങ്ങനെ ചില റൂട്ട്സ് ഉണ്ടാകും. ഈ റൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിൽറ്റ് റൂട്ട്സ് അല്ലെങ്കിൽ ബ്രേസ് റൂട്ട്സ്. അതും ഫങ്ഷൻ സപ്പോർട്ട് തന്നെയാണ്. അത് നമുക്കറിയാം. അല്ലെങ്കിൽ ഇതാ മറ്റൊരു പ്ലാന്റ് ഉണ്ട്, അതായത് പൻഡാനസ് എന്ന് പറയും. അതാണ്ട് ഇത് മെയ്സാണ്. ഈ മെയ്സിൽ ഉണ്ട് നോഡൽ റീജിയൻ റൂട്ട്സ് ഉണ്ടാകും. അത് താഴോട്ട് വന്ന് മണ്ണിൽ പിടിച്ചു നിർത്തും. അപ്പോൾ ഇതിന് സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ അതേപോലെ ഇതിന് മറ്റൊരു എക്സാമ്പിളാണ് പൻഡാനസ്, കൈത എന്ന് പറയും. വയലിലൊക്കെ സൈഡിലൊക്കെ കാണുന്നതാണ്. അതിൻ്റെ ആ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് റൂട്ട് ഉണ്ടാകും. അത് താഴെ വന്ന് മണ്ണിൽ പിടിക്കും. അപ്പോൾ അഡീഷണലായിട്ട് ഈ സ്റ്റെമ്മിന് ബലം കൊടുക്കുന്ന റൂട്ടാണ്. അത് ഇത് സ്റ്റെമ്മിനാണ് ബലം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പ്രോപ്പർ റൂട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസിനാണ് ബലം കൊടുക്കുക. എന്നാൽ സ്റ്റിൽറ്റ് റൂട്ട് അങ്ങനെയല്ല, മെയിൻ സ്റ്റെമ്മിനാണ് ബലം കൊടുക്കുന്നത്. ഇവിടെ മെയിൻ സ്റ്റെമ്മിനല്ല ബലം കൊടുക്കുന്നത്, ലാറ്ററൽ ബ്രാഞ്ചിനാണ്. അത് ആ പ്രോപ്പർ റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. ഇവിടെയും സപ്പോർട്ട് തന്നെയാണ്, ഇവിടെയും സപ്പോർട്ട്. ഇപ്പോൾ സ്റ്റിൽറ്റ് റൂട്ടിന് എക്സാമ്പിൾ നമുക്ക് പഠിക്കാൻ അഡീഷണൽ എക്സാമ്പിളാണ് പൻഡാനസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്രൂ പൈൻ എന്ന് പറയും. നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിനും മെയ്സുമാണ്. ഓക്കെ, ഇനി ഒരു മോഡിഫിക്കേഷൻ കൂടിയുണ്ട്. അടുത്ത മോഡിഫിക്കേഷൻ, അത് മോഡിഫിക്കേഷൻ ഫോർ റെസ്പിറേഷൻ, ശ്വസനത്തിന്. എന്താണ് ശ്വസനം എന്ന് പറഞ്ഞാൽ? അപ്പോൾ അടുത്ത മൂന്നാമത്തത് മോഡിഫിക്കേഷൻ ഫോർ റെസ്പിറേഷൻ. റെസ്പിറേഷൻ മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്നാണ് ഉദ്ദേശിക്കുക. ഓർക്കുക, ചില പ്ലാന്റ്സ് ഉണ്ട്, അതിന് പടം നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സോയിലിന് മുകളിലോട്ടുള്ള വേരുകളാണ്. ഇത് സലൈൻ മാഷി പ്ലാന്റ്സ് എന്ന് പറയും. സലൈൻ അല്ലെങ്കിൽ ചതുപ്പ് പ്രദേശങ്ങളിലുള്ളതാണ്. അതിൽ നിന്നും ചില വേറെ ഡയഗ്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. മാംഗ്രൂവ്സ്, ഇത് ട്രീ ട്രങ്ക്സ് ആണ്. പറഞ്ഞാൽ നമ്മൾ ചതുപ്പ് പ്രദേശങ്ങളാണ്. ചതുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളക്കെട്ടുകളാണ്. അപ്പോൾ വെള്ളക്കെട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന ചെടികളെ പൊതുവെ കണ്ടൽ ചെടികളെന്ന് പറയും. അതിന് എക്സാമ്പിളാണ് റൈസോഫോറ അവിസീനിയ മുതലായ തരത്തിലുള്ള സസ്യങ്ങളാണ്. റൈസോഫോറ അവിസീനിയ. അപ്പോൾ ഇത്തരം ചെടികളിൽ വെള്ളക്കെട്ടായതുകൊണ്ട് റൂട്ട് അടിയിലേക്ക് ആഴ്ന്നിറങ്ങാതെ അതിൽ നിന്നും ചില ശാഖകൾ മേലോട്ട് വളരും. അപ്പോൾ ദേ മേ ഗ്രോ എബവ് ദ സോയിൽ സർഫസിന് മുകളിലേക്ക് വളരും. അതിൽ ചില സുഷിരങ്ങൾ അല്ലെങ്കിൽ പോഴ്സ് ഉണ്ടാകും. ത്രൂ ദീസ് പോഴ്സ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഓക്സിജൻ, ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കും. അതുകൊണ്ടാണ് ഇതിനെ റെസ്പിറേറ്ററി റൂട്ട്സ് എന്ന് പറയുക. അപ്പോൾ ഇത് ഒരു അഡാപ്റ്റേഷനാണ്. അപ്പോൾ അത് കാണപ്പെടുന്നത് മാംഗ്രൂവ്സ് എന്ന് പറയും. മാംഗ്രൂവ്സ് കണ്ടൽ ചെടികൾ, മാംഗ്രൂവ്സ്, അല്ലെങ്കിൽ സലൈൻ മാഷി പ്ലാന്റ്സ് എന്ന് പറയും. അല്ലെങ്കിൽ സാമ്പി ഏരിയാസ്, ചതുപ്പ് പ്രദേശങ്ങൾ. അപ്പോൾ ഇറ്റ് ഇസ് ആൻ അഡാപ്റ്റേഷൻ. അപ്പോൾ ഇത് മോഡിഫിക്കേഷൻ ഫോർ റെസ്പിറേഷൻ. സാധാരണ റൂട്ട് മണ്ണിന് അടിയിലേക്കാണെങ്കിൽ ഇത് മണ്ണിന് മുകളിലേക്ക് വളരും.
അതുകൊണ്ട് ഇതിനെ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് റൂട്ട്സ് എന്നാണ് പറയുക. ജിയോട്രോപ്പിക് എന്ന് പറയുമ്പോൾ മണ്ണിലേക്ക് അല്ലെങ്കിൽ ജിയോട്രോപ്പിസം താഴോട്ട് വളരുക. എന്നാൽ ഇത് മേലോട്ടാണ് വളരുക. ഇതിനകത്ത് ചില ഓപ്പണിങ്സ് ഉണ്ടാകും. ഇതാണ്. അപ്പോൾ ഈ റൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് നിമാറ്റോഫോർസ്. സച്ച് റെസ്പിറേറ്ററി റൂട്ട്സ് ആർ കാൾഡ് നിമാറ്റോഫോർസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് സ്റ്റെമ്മാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇത്രയും സ്റ്റെം അല്ല, ഇത്രയും നമ്മൾ പറഞ്ഞത് റൂട്ടാണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് സ്റ്റെമ്മാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മളിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും.